ഇച്ചായൻ ഇതൊന്നും കേൾക്കുന്നില്ലയോ? ഒരു വയറ്റുകണ്ടി പെണ്ണിനെയും കൊണ്ട് ഇവൻ ഒറ്റയ്ക്ക് പോയി താമസിക്കാൻ പോയാൽ എങ്ങനെയാ? റയാൻ ആമിയെയും കൊണ്ട് വില്ലയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞത് കേട്ടതും റൂബി ബഹളം തുടങ്ങിയിരുന്നു. പോയാലെന്നാ? വയറ്റുകണ്ടി പെണ്ണിനെ അവിടെ ആരേലും പിടിച്ചു തിന്നുവോ? ദേഷ്യം വന്ന റയാൻ ചീറി. നീ എന്നാ പറഞ്ഞാലും ഇത് നടക്കുകയല്ല. നീ പറയുന്നതൊക്കെ ഞങ്ങൾ കേൾക്കുമെന്ന് വിചാരിച്ച് എല്ലാം അങ്ങനെ അങ്ങ് വിട്ടുതരാനൊക്കുവോ? റൂബി, നീ ഒന്ന് അടങ്ങ്. അമ്മയുടെയും മോന്റെയും വാദങ്ങൾ മുറുകുന്നത് കണ്ടതോടെ പോൾ ഇടപെട്ടു. പിന്നെ ഇച്ചായൻ കേട്ടില്ലയോ ഇവൻ പറയുന്നത്? ഒറ്റയ്ക്ക് ആ പെണ്ണിനെയും കൊണ്ട് അവിടെ എങ്ങനെയാ? ഇതിനു മുന്നേ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ. മോനെ, അന്നത്തെ പോലെ അല്ലല്ലോ ഇപ്പോ ആമി മോളുടെ കണ്ടീഷൻ. ഇപ്പോ അവള് പ്രഗ്നന്റ് അല്ലേ? പോൾ അവനെ അനുനയിപ്പിക്കാനെന്ന പോലെ പറഞ്ഞു. അതിനെന്താ ഡാഡി? പ്രഗ്നന്റ് ആണെന്ന് കരുതി അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ അവളവിടെ ഒറ്റയ്ക്കുമല്ല, ഞാനുണ്ട് താനും. പിന്നെന്തിനാ മമ്മി ഇങ്ങനെ വാശി പിടിക്കുന്നത്? ദേഷ്യം വന്നെങ്കിലും പരമാവധി അത് അടക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഗർഭിണി പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെന്ന് പറയാൻ നീ എന്നാ വയറ്റാട്ടിയാണോ? തള്ളമാര് നോക്കുന്ന പോലൊക്കുവോ നിന്റെ നോട്ടം? മമ്മി, ചുമ്മാ കിടന്ന് വാശി കാണിച്ച് എന്നെ കൊണ്ട് വേണ്ടാതീനമൊന്നും വിളിച്ചു പറയിപ്പിക്കരുത്. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിവില്ലാത്ത നിങ്ങളുടെ പുന്നാര മോനുള്ള ഈ വീട്ടിൽ തങ്ങാൻ അവൾക്ക് ബുദ്ധിമുട്ടാ. അതറിയാമായിരുന്നിട്ടും ഈ അവസ്ഥയിൽ അവളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മമ്മിയെ സന്തോഷിപ്പിക്കാൻ തൽക്കാലം എനിക്ക് സൗകര്യമില്ല. ഞാനും മമ്മിയുൾപ്പെടെ ഇവിടെയുള്ള പലരും കാരണം ഒരുപാട് കരഞ്ഞത് അവള്. പക്ഷേ ഇനിയും അവളുടെ കണ്ണുനീരിന് കാരണമാകുന്ന ഒന്നിനെ ഞാൻ വാഴിക്കത്തില്ല. അതുകൊണ്ട് മമ്മി വേറെ എന്നേലും ജോലി ഉണ്ടെങ്കിൽ പോയി അത് ചെയ്യാൻ നോക്ക്. ആമി റെഡിയായാലുടൻ ഞങ്ങൾ ഇറങ്ങും. അറുത്തു മുറിച്ച് പറഞ്ഞിട്ട് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ ഓടിക്കയറുന്ന മകനെ നോക്കി നിൽക്കുമ്പോൾ റൂബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുമായിരുന്നില്ല. ഇച്ചായ, അവൻ പറഞ്ഞതൊക്കെ നേരല്ലയോ? എല്ലാം വരുത്തി വെച്ചത് നിന്റെ ഇളയ സന്താനമല്ലയോ? എന്നിട്ടിപ്പോ റയാൻ അവന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ഓർത്ത് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ അവനെ കുറ്റം പറയാനൊക്കുവോ? ദേഷ്യം കൊണ്ട് വിറച്ചിട്ടെന്ന പോലെയായിരുന്നു പോളിന്റെ ചോദ്യം. ഈ നേരം റീജോയെ അയാളുടെ കയ്യിൽ കിട്ടിയാൽ ചിലപ്പോൾ ബാക്കി വെച്ചേക്കില്ലെന്ന് പോലും തോന്നിപ്പോയിരുന്നു റൂബിക്കപ്പോൾ. എല്ലാം നേരെ അച്ചായ. പക്ഷേ ഒരു ഗർഭിണി പെണ്ണിനെയും കൊണ്ടങ്ങോട്ട് പോയാൽ അവൻ ഒറ്റയ്ക്കാന്നാ ചെയ്യാനാ? അവൻ എന്നെ അറിയാം. ദേ റൂബി, നീ എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. അവനെല്ലാം അറിയാമെന്നുള്ള തെളിവാ ആ പെങ്കൊച്ചിന്റെ വയറ്റിൽ കിടക്കുന്നത്. പിന്നെ അത് ചെയ്തതും അവൻ ഒറ്റയ്ക്കാ. അപ്പോൾ അതിന്റെ ബാക്കിയും അവൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളും. നീ ചുമ്മാ സീരിയൽ അമ്മായിയമ്മ കളിക്കാതെ ചെന്നൊരു ചായ എടുത്തോണ്ട് വാ. കൂസലില്ലാതെ പറഞ്ഞിട്ട് പത്രം നിവർത്തി വെച്ച് വായന തുടങ്ങിയ പോളിനെ നോക്കി കുറച്ചു നേരം കൂടി നിന്നിട്ട് ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കി റൂബി പതിയെ കിച്ചണിലേക്ക് നടന്നു. ഏറ് കണ്ടിട്ട് നോക്കിയിരുന്നത് കണ്ട പോൾ വന്ന ചിരി അമർത്തി പിടിച്ചിരുന്നു വായന തുടർന്നു. സ്റ്റെഫിനെ പുറത്തൊന്നും കാണാതെ തപ്പി നടക്കുമായിരുന്നു ജാസ്മിൻ. ഒടുവിൽ സ്റ്റഡി റൂമിന്റെ ഡോറ് തുറന്ന് കിടക്കുന്നത് കണ്ട് അവൾ നേരെ അവിടേക്ക് വെച്ചു പിടിച്ചു. അകത്തേക്ക് ചെല്ലുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൻ അവിടെ ഇരുന്നെന്തോ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. കർത്താവേ, ഇതാണോ പെണ്ണിന് പകരം ബുക്കിനെ പ്രണയിച്ചവൻ? കെട്ട് കഴിഞ്ഞിട്ടിപ്പോ 3 ദിവസമേ ആയുള്ളൂ. അപ്പോഴേക്കും ഇങ്ങേരെ എന്നെ തേച്ച് ബുക്കിനെ പ്രേമിച്ചു തുടങ്ങിയോ? താൻ വന്നതുപോലും അറിയാതെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിരുന്ന് എന്തൊക്കെയോ എഴുതിയെടുക്കുന്ന സ്റ്റെഫിനെ കണ്ട് അവൾ ദയനീയതയോടെ പിറുപിറുത്തു. പക്ഷേ അവനൊന്നും അറിഞ്ഞതുപോലുമില്ല. ഓ, നല്ല അമ്പോറ്റു പേലൊരു പെങ്കൊച്ചിനെ വീട്ടിലുണ്ടായിട്ട് അങ്ങേര് ദേ കുത്തിയിരുന്ന് നോട്ടം എഴുതുന്നു. ഇത്രയും പെട്ടെന്ന് ഇങ്ങേരുടെ വികാരമൊക്കെ നശിച്ചോ കർത്താവേ? അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. പിറുപിറുത്തുകൊണ്ട് ജാസ്മിൻ അവന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ഇച്ചായ, അവന്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് കുഴിഞ്ഞ സ്വരത്തിൽ അവൾ വിളിച്ചു. എന്തോ ചെയ്യുവാ? ഞാനോ? ഞാനിവിടെ മീൻ കണ്ടിച്ചോണ്ടിരിക്കുന്ന എന്റെ കൊച്ചു കണ്ടില്ലായോ? ഇച്ചായ, പിന്നല്ലാതെ നിനക്കെന്നാ മിന്നു, കണ്ണ് കാണാമേലേ? ഞാൻ ക്ലാസ്സിലേക്കുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യുക. അവൾ നിലത്താഞ്ഞ് ചവിട്ടിക്കൊണ്ട് ചിണുങ്ങിയതും ബുക്കിൽ നിന്ന് മുഖമുയർത്താതെ തന്നെ അവൻ പറഞ്ഞു. അതിനിപ്പോഴേ എന്നാത്തിനാ നോട്ടൊക്കെ? അതൊക്കെ ലീവ് കഴിഞ്ഞിട്ട് പോരെ ഇച്ചായ? അവന്റെ കയ്യിൽ നിന്ന് പേന പിടിച്ചു വാങ്ങിയവന്റെ മടിയിലേക്ക് കയറിയിരുന്നു കൊണ്ടവൾ ചോദിച്ചു. ലീവ് കഴിഞ്ഞില്ലയോ? നാളെ മുതൽ കോളേജിൽ പോകണ്ടേ? എന്തുവാ, കോളേജിലോ? അവന്റെ ചോദ്യം കേട്ടതും ജാസ്മിൻ ചാടി എഴുന്നേറ്റു. പിന്നില്ലാതെ, കെട്ട് കഴിഞ്ഞിട്ട് ദിവസം 3 ഇനി ഇതിനകത്ത് കയറി അടയിരിക്കാനാണോ മോളുടെ ഭാവം? അവളെ അരക്കെട്ടിൽ പിടിച്ചവിടെ തന്നെ ഇരുത്തിക്കൊണ്ട് സ്റ്റെഫിനി ചിരിച്ചു. അപ്പോ 1 മാസം ലീവ്? നമ്മുടെ ഹണിമൂൺ? ജാസ്മിൻ പുലമ്പി. അയ്യടാ, ലീവ് എടുത്ത് ഹണിമൂൺ പോകാനിരിക്കുമായിരുന്നോ എന്റെ കൊച്ച്? തന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ടുള്ള അവന്റെ ചോദ്യത്തിന് മറുപടി എന്നോണം അവൾ ചുളിഞ്ഞ മുഖത്തോടെ തലയനക്കി. അച്ചോടാ, അങ്ങനെ ക്ലാസ് കട്ട് ചെയ്തിട്ടുള്ള ഹണിമൂണൊന്നും നമുക്ക് വേണ്ട. അതുകൊണ്ട് നാളെ നമ്മൾ ഒരുമിച്ച് കോളേജിലേക്ക് പോയി തുടങ്ങും. പിന്നെ ശനിയും ഞായറും നമ്മൾ അടിച്ചു പൊളിക്കും. അപ്പോൾ ഹണിമൂൺ? അവൾ വീണ്ടും പിറുപിറുത്തതും സ്റ്റെഫിൻ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കവളിൽ മുത്തി. അതൊക്കെ വെക്കേഷന്. അതുവരെ ആഴ്ചയിൽ 2 ദിവസം കൊണ്ട് തീരുന്ന ഹണിമൂണൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇച്ചായ, എന്തോ? നിങ്ങൾ ഒരുമാതിരി അൺറൊമാൻറ്റിക് മൂരാച്ചി ആവരുത്. ജാസ്മിൻ ചിണുങ്ങി.
ഈച്ചായൻ്റെ റൊമാൻസൊക്കെ ഇത്രയും ദിവസം കൊണ്ട് എൻ്റെ കൊച്ചറിഞ്ഞതല്ലയോ? എന്നിട്ടും ഇങ്ങനത്തെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെക്കൊണ്ട് വല്ല കടും കൈയും. ചോദ്യത്തിനൊപ്പം അവൻ്റെ കൈകൾ ഇടുപ്പിലൂടെ മുറുകുന്നതും ചുണ്ട് കഴുത്തിലൂടെ ഇഴയുന്നതും അറിഞ്ഞ് ജാസ്മിൻ്റെ ഉടലാകെ കുളിര് കോറി. അവൻ്റെ സ്പർശം ഉടലിൽ തീർത്ത മാറ്റങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ അവൾ കാലുകൾ പരസ്പരം പൊരുത്തു പിടിച്ചു സ്റ്റെഫിൻ്റെ മുടിയിഴകളിലൂടെ വിരൽ കൊണ്ട് ഇഴച്ചു. ഈച്ചായ, റൊമാൻറ്റിക് ആവണ്ടേ? അവളുടെ കഴുത്തടിയിൽ പൊടിഞ്ഞ വിയർപ്പ് മണികളെ പോലും നാവിനാൽ ഒപ്പിയെടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. പക്ഷേ ജാസ്മിൻ ഒരു മറുപടി പറയുന്നത് പോയിട്ട് ഒന്ന് ശ്വസിക്കാൻ പോലും മറന്നവൻ്റെ ലാളനങ്ങളിൽ മുഴുകിയിരുന്നു. അവളിലെ മാറ്റങ്ങൾ അറിഞ്ഞിട്ടും കൂടുതൽ കൂടുതൽ അവളിലേക്ക് അലിയാൻ കൊതിച്ചെന്ന പോലെ സ്റ്റെഫിൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചുംബിച്ചുണർത്തി. അവൻ്റെ വിരലുകളും ചുണ്ടും അവളിലെ പെണ്ണിനെ ഭ്രാന്ത് പിടിപ്പിക്കുമാർ അവളിലൂടെ ഒഴുകി നടന്നു. കഴുത്തിൽ തുടങ്ങിയ ചുംബനം അവളുടെ വെട്ടിയിറക്കിയ ടോപ്പിനുള്ളിലൂടെ മാറുടെ വിടവിലേക്ക് ഇറങ്ങി ഉമിനീർ നനവ് പടർത്തിക്കൊണ്ടിരുന്നു. കൈകൾ ടോപ്പിൻ്റെ തടസ്സം ഭേദിച്ച് ഉള്ളിലെന്തോ തിരഞ്ഞുകൊണ്ടിരുന്നു. ഈച്ചായ, ജാസ്മിൻ നിന്നുള്ള സീൽക്കാരങ്ങൾ ഉയർന്നു. കാരണം അവൻ്റെ പ്രവൃത്തികൾ അത്രമേൽ അവളുടെ ഉടലിനെ ചൂടുപിടിപ്പിച്ചിരുന്നു. അതിൻ്റെ സൂചന എന്നോണം അവളുടെ ശ്വാസഗതി ഏറി വന്നു. നീട്ടി വളർത്തിയ നഖങ്ങൾ സ്റ്റെഫിൻ്റെ നഗ്നമായ പുറത്തും കഴുത്തിലും പോറലുകൾ തീർത്തു. ഉടലും മനസ്സും അവളെന്ന പെണ്ണിനെ പൂർണ്ണമായി മോഹിച്ചു തുടങ്ങിയ നേരത്തെപ്പോഴും ആയിരുന്നു ഇരുന്ന ഇരിപ്പിൽ തന്നെ അവളെ വാരിയെടുത്തുകൊണ്ട് സ്റ്റെഫിൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റത്. പെടുന്നനെ ജാസ്മിൻ സ്വബോധത്തിലേക്ക് വരികയും ചെയ്തു. ഇത് ഏത് ബാച്ചിൻ്റെ നോട്ടാ അയച്ചായ? ടേബിളിൽ അവൻ എഴുതി പാതിയാക്കി വെച്ചേക്കുന്ന നോട്ടിലേക്ക് ചൂണ്ടി നിഷ്കളങ്കമായവൾ ചോദിച്ചതും സ്റ്റെഫിൻ്റെ കിളി പറന്നു. കോപ്പ്, മനുഷ്യൻ്റെ മൂഡ് കളയാൻ വേണ്ടി. അവളുടെ ഇറങ്ങിപ്പോടി അലവലാതി. മൂഡ് പോയ ദേഷ്യത്തിൽ അവളെ തറയിൽ നിർത്തിയിട്ട് അവൻ അലറി. ഇങ്ങേർക്കിതെന്ത് പറ്റി? പറയാൻ പറ്റൂലേ? വേണ്ട, ഞാൻ പോണു. അവൾ കെറുവോടെ പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞ് നടക്കാൻ ഒഴുകുമ്പോഴായിരുന്നു സ്റ്റെഫിൻ പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചത്. എന്തുവാ? ഇതേത് ബാച്ചിൻ്റെ നോട്ടാന്ന് നിനക്കറിയോ? അറിയാമെങ്കിൽ പിന്നെ നിങ്ങളോട് ചോദിക്കൂ. അവൾ പുച്ഛത്തോടെ പറഞ്ഞതും സ്റ്റെഫിൻ പല്ല് കടിച്ചുകൊണ്ട് അവളെ തുറച്ചു നോക്കി. എന്നാലേ എൻ്റെ പൊന്നു മോള് ചെന്ന് ടെക്സ്റ്റ് എടുത്തോണ്ട് വാ. ഈ ചാപ്റ്റർ പഠിച്ചു തീർന്നിട്ട് മതി നിന്റെ കോപ്പിലെ റൊമാൻസ്. കർത്താവേ, ചതിച്ചോ? പോയെടുത്തോണ്ട് വാടി. അവൻ അലറിയതും അങ്ങനെ ചോദിക്കാൻ തോന്നിയ സമയത്തെ ശപിച്ചുകൊണ്ട് ജാസ്മിൻ ചവിട്ടിക്കുലുക്കി പുറത്തേക്ക് പോയി. എൻ്റെ മാതാവേ, എന്നെ ഒക്കെ മോഹങ്ങളുമായിട്ടാ ഞാൻ ആ കാട്ടാളിനെ കല്യാണം കഴിച്ചത്. എന്നിട്ടിപ്പോൾ എൻ്റെ ഗതി നോക്ക്. ഇങ്ങനെ പോയാൽ ആ കാലൻ എന്നെ പഠിപ്പിച്ച് പണ്ടാരമടക്കത്തേയുള്ളൂ. മുറിയിലെത്തി കോളേജ് ബാഗിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് തപ്പിയെടുക്കുന്നതിനിടയിൽ ജാസ്മിൻ പിറുപിറുത്തു. വില്ലയിലെത്തിയതോടെ ആമയാകെ സന്തോഷത്തിൽ തന്നെയായിരുന്നു. വിലക്കുകളോ തടസ്സപ്പെടുത്തലുകളോ ഇല്ലാത്ത തങ്ങളുടേത് മാത്രമായ ലോകത്തിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ സന്തോഷം അവളാ വീട് മുഴുവൻ ഓടിത്താന്ന് പ്രകടിപ്പിക്കുകയായിരുന്നു. റയാനായാൽ അവൾക്ക് അലർജി ഉള്ളത് കൊണ്ട് തന്നെ ക്ലീനിങ്ങിലൊന്നും അവളെ കൂട്ടാതെ എല്ലാം തനിച്ച് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു. എങ്കിൽ പോലും ആമയൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ്റെ ചുറ്റും തന്നെ പാറി നടന്നിരുന്നു. ഇതുവരെ തനിക്ക് അന്യമായിരുന്ന അവളുടെ കുറുമ്പും കുസൃതിയുമെല്ലാം റയാനും നന്നായി തന്നെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇച്ചായ, എന്തോ? ഞാൻ നാളെ കോളേജിൽ പോണോ? കിച്ചണിൽ നിന്ന് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്ന റയാനെ പിന്നിലൂടെ പുണർന്ന് അവൻ്റെ പുറത്തേക്ക് മുഖം ചേർത്ത് നിന്നുകൊണ്ടായിരുന്നു ആമിയുടെ ചോദ്യം. എന്തു പറ്റി കൊച്ചിന്? നാളെ വേറെ എന്തെങ്കിലും പരിപാടിയുണ്ടോ? ഇല്ല. പിന്നെന്താ കോളേജിൽ പോകണമെന്നൊരു ചോദ്യം? അത് പിന്നെ എനിക്ക് ആകെ ഒരു ചമ്മല അയച്ചായ. അവളും അതിനെ കളിയാക്കി കൊല്ലും. അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ ചിരി വന്നെങ്കിലും റയാനെ നടക്കി പിടിച്ചുകൊണ്ട് തൻ്റെ ജോലി തുടർന്നു. അല്ല, എന്നാത്തിനാ ഇപ്പോൾ ചമ്മുന്നേ? അവൻ ഒന്നും അറിയാത്ത മട്ടിൽ ചോദിച്ചു. ഇച്ചായ, ചുമ്മാ പൊട്ടൻ കളിക്കല്ലേ. നിങ്ങളാ എല്ലാത്തിനും കാരണം. ആഹാ, ഇപ്പൊ അങ്ങനെയായോ? ഒരബദ്ധം എനിക്ക് പറ്റിയെന്നുള്ളത് നേരാ. പക്ഷേ രണ്ടാമത് ആരാടി തുടങ്ങിയത്? പനിച്ചു പറച്ച് കാറ്റ് പോകണ്ടെന്ന് വിചാരിച്ച് ഒരു ഉപകാരം ചെയ്യാൻ വന്ന എന്നെ പിടിച്ച് പീഡിപ്പിച്ചതും പോരാ, ഇപ്പൊ കുറ്റം പറയുകയും കൂടി ചെയ്യുന്നോ? അവളെ പിടിച്ച് മുന്നോട്ട് നിർത്തി കണ്ണുരുട്ടിക്കൊണ്ട് അവൻ ചോദിച്ചതും, ദയിച്ചായ, ദൈവദോഷം പറയരുത് കേട്ടോ. ഞാനൊന്നും ചെയ്തില്ല. പിന്നെ ബോധമില്ലാതൊന്ന് കെട്ടിപ്പിടിക്കുകയോ മറ്റോ ചെയ്തു എന്ന് വെച്ച്. അല്ല, ഞാനങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങളെന്തിനാ വഴങ്ങാൻ പോയത്? നിങ്ങളുടെ പ്രായം ഒന്നാണോ? ഈ ചെറുപ്രായത്തിൽ എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് വിചാരിക്കാം. പക്ഷേ കാള പോലെ വളർന്ന നിങ്ങൾക്കങ്ങനെ പറ്റാൻ പാടുണ്ടോ? ഞാൻ വന്നാലും തടയേണ്ടത് നിങ്ങളല്ലായിരുന്നോ? ആഹാ, കൊള്ളാലോടി കുരുപ്പേ. ചുമ്മാ കിടന്ന എന്നെ തോളത്തോട്ട് വന്ന് കയറി ഉള്ള മെനം മൊത്തം കാണിച്ചിട്ടിപ്പോൾ കുറ്റം മൊത്തം എനിക്കായോ? സ്വന്തം കെട്ടിയോൾ മുൻകൈയെടുത്ത് വന്നിട്ട് മാന്യനായിട്ട് തിരിഞ്ഞു കിടന്നുറങ്ങാൻ ഞാൻ എന്തോ അടി വിശ്വാമിത്രനാണോ? ആമിയുടെ ചുണ്ടുകളെ വിരൽ കൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. നോവെന്ന് ചായ. ചുണ്ടിൽ നിന്നും അവൻ്റെ പിടുത്തം വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പുളഞ്ഞു. നൊന്തോ? ഒരു കുസൃതിച്ചിരിയോടെ അവളോട് അടുത്തുകൊണ്ട് റയാൻ ചോദിച്ചു. ഇല്ല, നല്ല സുഖം. അങ്ങോട്ട് മാറ്.
മനുഷ്യ പൊഞ്ചാതെ. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് കണ്ടതോടെ അവന് തള്ളിമാറ്റി പോകാനൊരു ശ്രമം നടത്തിയെങ്കിലും അതിനു മുന്നേ റയാൻ അവളെ പൊക്കിയെടുത്ത് സ്ലാബിലേക്ക് ഇരുത്തിയിട്ട് പൂർണ്ണമായി അവളോട് ചേർന്നിരുന്നു. എന്താ? ഇപ്പൊ അവന്റെ മുഖത്തുള്ളത് കുറച്ചു മുന്നേയുള്ള ഭാവമല്ലെന്ന് പകരം മറ്റെന്തോ ആണെന്നറിഞ്ഞതും ആമി വെപ്രാളത്തോടെ ചോദിച്ചു. പക്ഷേ റയാൻ അപ്പോൾ അവളെ ആകെ ഉഴിഞ്ഞു നോക്കുകയായിരുന്നു. അവളുടെ പിടഞ്ഞോടുന്ന മിഴിയണകളും വിയർപ്പ് പൊടിഞ്ഞ നാസികത്തുമ്പും തുടുത്ത അതരങ്ങളുമൊക്കെ അവനിൽ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ നിറച്ചു. പെടുന്നനെ അവൻ മുന്നോട്ടാഞ്ഞവളുടെ കഴുത്തടിയിൽ അമർത്തി ചുംബിച്ചു. പെട്ടെന്നുണ്ടായ അവന്റെ ആ പ്രവൃത്തിയിൽ ഒന്ന് പിടഞ്ഞുപോയ ആമി കഴുത്ത് പിന്നിലേക്ക് വളച്ചുകൊണ്ട് ഏങ്ങി. ഇച്ചായ! വിറയാർന്ന സ്വരത്തിൽ അവൾ വിളിച്ചതും റയാൻ അവളുടെ അരക്കെട്ടിലെ പിടിയൊന്നുകൂടി മുറുക്കി അവളെ തന്റെ ഉടലിനോട് ചേർത്തു. കൊച്ചേ? ഇച്ചായ! തന്റെ കഴുത്തിലൂടെളയുന്ന അവളുടെ അതരങ്ങൾ തീർക്കുന്ന വികാരച്ചൂളയിൽ പുള്ളി അടർന്നുകൊണ്ടിരുന്ന ആമിയൊരു ഏങ്ങൽ പോലെ വിളിച്ചു. ഐ നീഡ് യു റൈറ്റ് നൗ. അവളുടെ കഴുത്തടിയിലെ നീരഞ്ഞരമ്പിനെ നാവിനാൽ ഉത്തേജിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു മുഴൽച്ച പോലെ പറയുമ്പോൾ പരസ്പരം അറിഞ്ഞ് പ്രണയിച്ച് ഒന്നുചേരാൻ വെമ്പുകയായിരുന്നു അവന്റെ മനസ്സ്. ഇച്ചായ! ആമിയുടെ തുടുത്ത അതരങ്ങളിൽ വിരൽ ചേർത്തവളെ തടഞ്ഞുകൊണ്ട് റയാൻ അവളുടെ മുഖമാകെ കണ്ണുകൾ ഓടിച്ചു. മുൻപത്തെ പോലെയല്ല, അനുവാദത്തോടെ, പ്രണയത്തോടെ. എനിക്ക് വേണം നിന്നെ. തന്റെ മുഖം കൈക്കുമ്പിളിലെടുത്തുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ റയാൻ പറഞ്ഞതും ആമിയുടെ കണ്ണുകൾ പിടഞ്ഞു. അവന്റെ നോട്ടത്തെ നേരിടാൻ കഴിയാഞ്ഞിട്ടെന്ന പോലെ അവൾ നിലത്തേക്ക് നോക്കിയിരുന്നു. ആമി! അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് റയാൻ വിളിച്ചതും മൗനം കൊണ്ട് സമ്മതമറിയിക്കും പോലെ അവൾ അവന്റെ മാറോട് ചേർന്നു. ഹൃദയത്തിനൊപ്പം ഉടലുകളെയും പരസ്പരം പങ്കുവച്ച് ഒരു പ്രണയവേഴ്ചയുടെ ആലസ്യത്തിൽ പാതി കൂമ്പിയ മിഴികളും മന്ദഹാസമുടർന്ന മുഖവുമായി റയാന്റെ മാറിൽ ചേർന്ന് കിടക്കുകയായിരുന്നു ആമി. അവനാണെങ്കിൽ അവളെ ചേർത്ത് പിടിച്ച് ചുംബിച്ചിട്ടും മതിയാവാത്തതുപോലെ ആ നെറുകയിൽ വീണ്ടും വീണ്ടും അതരമുദ്ര ചാർത്തിക്കൊണ്ടിരുന്നു. കോളേജിലേക്കുള്ള യാത്രയിലായിരുന്നു ആമിയും റയാനും. പ്രഗ്നന്റ് ആയതുകൊണ്ട് ബസ്സിലും കീർത്തിയുടെ സ്കൂട്ടിയിലുമുള്ള യാത്ര ഒഴിവാക്കി കോളേജിലേക്കുള്ള യാത്ര കാറിൽ മതിയെന്നുള്ള റയാന്റെ തീരുമാനപ്രകാരമായിരുന്നു അത്. രാവിലെയും വൈകുന്നേരവും അവൻ തന്നെ അവളെ കൊണ്ടുപോവുകയും തിരികെ കൊണ്ടുവരികയും ചെയ്തോളാം എന്നതായിരുന്നു കരാർ. കോളേജ് എത്താറാകും തോറും ആമി ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കാരണം കീർത്തിയെയും ജാസ്മിനെയും ഫേസ് ചെയ്യാൻ വയ്യ എന്നത് തന്നെയായിരുന്നു കാരണം. തലേ ദിവസം ജാസ്മിൻ നാളെ മുതൽ കോളേജിൽ വരുന്നുണ്ടെന്ന് പറയാൻ വിളിച്ചപ്പോൾ പ്രഗ്നൻസിയുടെ കാര്യം അവളോട് പറഞ്ഞിരുന്നു. അവൾ അപ്പോൾ തന്നെ കീർത്തിയെ അറിയിക്കുകയും ചെയ്തു. രാത്രി ഗ്രൂപ്പിൽ വലിയ ചർച്ചയാവുകയും ചെയ്തെങ്കിലും നേരിട്ട് ചെല്ലുമ്പോഴുള്ള കളിയാക്കലിൽ നിന്ന് രക്ഷ നേടാൻ അതൊന്നും ഒരു തടസ്സമല്ലെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ടെൻഷനുണ്ടോ ആമി കൊച്ചേ? അവളുടെ ഇരിപ്പ് കണ്ടപ്പോൾ കാര്യം മനസ്സിലായെങ്കിലും ചുമ്മാ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി റയാൻ കുറുമ്പോടെ ചോദിച്ചു. ഒന്ന് പോയേ ഇച്ചായ, നിങ്ങളാ എല്ലാത്തിനും കാരണം. അവൾ കെറുവോടെ മുഖം വീർപ്പിച്ചു. ചേടാ, ഇതിപ്പോ ഇവളുടെ മട്ടും ഭാവവും കണ്ടാൽ തോന്നുമല്ലോ വയറ്റിൽ കിടക്കുന്നത് ഏതാണ്ട് ജാരസന്തതിയാണെന്ന്. തടിവടി പോലൊരു കെട്ടിയവനിങ്ങനെ കൂടെ നിൽക്കുമ്പോൾ നീ എന്നാത്തിനാ കൊച്ചേ ഇങ്ങനെ ഇരുന്ന് വിയർക്കുന്നേ? ഞാനുള്ളപ്പോൾ ആരാ എൻ്റെ കൊച്ചിനെ കളിയാക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഏറ്റോ? അവന്റെ പറച്ചിൽ കേട്ടതും ആമി വിടർന്ന മുഖത്തോടെ ചോദിച്ചു. ഏറ്റു. നീ സമാധാനമായിട്ടിരിക്കൻ്റെ കൊച്ചേ. ചുമ്മാ ടെൻഷൻ അടിച്ചെൻ്റെ കൊച്ചിനെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കണ്ട. അതുകൂടി കേട്ടതും ആമി പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു വയറിൽ തഴുകി. അപ്പോഴേക്കും അവർ കോളേജ് ഗേറ്റിന് മുന്നിലെത്തിയിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ പതിവ് സ്ഥലത്ത് തന്നെ ജാസ്മിനും കീർത്തിയും ഉണ്ടായിരുന്നു. ആഹാ, വന്നല്ലോ കന്യാമറിയം. ഒരു വളിച്ച ചിരിയോടെ കാറിൽ നിന്നിറങ്ങുന്ന ആമിയെ കണ്ടതും കീർത്തി പറഞ്ഞു. ഇച്ചായ? ആമി തിരിഞ്ഞ് റയാനെ നോക്കിക്കൊണ്ട് ചിണുങ്ങി. റയാൻ പക്ഷേ അത് കേൾക്കാത്ത മട്ടിൽ ഫോണിൽ എന്തോ തിരയുന്ന പോലിരുന്നതേയുള്ളൂ. അത് കണ്ടതും ഇങ്ങേര് തന്നെയല്ലയോ കുറച്ചു മുന്നേ എല്ലാം ഏറ്റതെന്ന മട്ടിൽ കണ്ണു മിഴിച്ച് അവനെ നോക്കി. എന്തുവാ ആമിക്കുട്ട അവിടെ നിന്ന് താളം ചവിട്ടുന്നേ? ഇങ്ങ് വന്നേ, ഞങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. അല്ല, ചേട്ടായി പോണില്ലേ? അവരിരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ജാസ്മിൻ വിളിച്ചു ചോദിച്ചു. ഓ, പോവുക. എനിക്ക് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു, റയാൻ വേഗം ചാടിക്കേറി പറഞ്ഞു. ആഹാ, തൽക്കാലം പൊയ്ക്കോ. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മതി. എന്നിട്ടാവാം കൂട്ടുകക്ഷിയുടെ പോക്കറ്റ് കീറൽ ചടങ്ങ്. ഓ, ആയിക്കോട്ടെ. നോക്കി നിൽക്കാതെ ചെല്ല ആമിക്കുട്ട, നിന്റെ ഫ്രണ്ട്സ് അല്ലേ, ഒന്നും ചെയ്യത്തില്ലായിരിക്കും. കീർത്തി പറഞ്ഞതും അവരെ നോക്കിയെന്ന് വിളിച്ചിട്ട് റയാൻ ആമിയോടായി പറഞ്ഞു. ചതിയൻ. പല്ല് കടിച്ചോണ്ടവൾ പറഞ്ഞതും ചുണ്ട് കൂർപ്പിച്ചവൾക്കൊരു ഉമ്മ കൂടി കൊടുത്തിട്ട് റയാൻ വേഗം കാർ റിവേഴ്സ് എടുത്തു.